ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, പിറവിക്കാലം രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് വചന വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 24 വരെയും 41 മുതൽ 52 വരെയുമുള്ള തിരുവചന ഭാഗങ്ങളാണ്. സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഉണ്ണീശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന രംഗമാണ് നാം വായിക്കുക. രണ്ടാം ഭാഗത്ത് ബാലനായ ഈശോയെ ദേവാലയത്തിൽ കണ്ടുമുട്ടുന്നു. ഇന്നത്തെ വചനവിചിന്തനങ്ങളെ നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കുമ്പോൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന തിരുക്കുടുംബത്തെയാണ് നാം കണ്ടുമുട്ടുക. യഹൂദ നിയമത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ വിശ്വസ്തതയിൽ ചെയ്യാനായിട്ട് യോസേപ്പ് പിതാവിനും മാതാവിനും സാധിച്ചു. ഒന്നാമതായി ശിശുവിൻ്റെ അമ്മ മറിയം തൻ്റെ ശുദ്ധീകരണ ദിവസങ്ങൾ പൂർത്തിയാക്കുന്നു. യഹൂദ നിയമപ്രകാരം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടിയാണെങ്കിൽ 40 ദിവസവും പെൺകുട്ടിയാണെങ്കിൽ 80 ദിവസവും ശിശുവിൻ്റെ അമ്മ ശുദ്ധീകരണ ദിവസമായി കണക്കാക്കണം. രണ്ടാമതായി ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചയർപ്പിക്കുന്നു. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനം രക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇസ്രായേൽ സമൂഹത്തിലെ ആദിജാതരെയെല്ലാം ദൈവത്തിന് സമർപ്പിക്കണം എന്നൊരു നിയമം മോശ വഴി നൽകപ്പെട്ടത്. ഇതും തിരുക്കുടുംബം അക്ഷരം പ്രതി അനുസരിക്കുന്നു. മൂന്നാമതായി ശിശുവിന് അവർ പരിശോധന നടത്തുന്നു, പേരിടുന്നു. യഹൂദ നിയമത്തിൻ്റെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്നതാണ് ഈ പരിശോധനം. തിരുക്കുടുംബം ഈ 3 കാര്യങ്ങളും യഹൂദ നിയമത്തിൻ്റെ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും കൂടെ അതിൻ്റെ പൂർണ്ണതയിൽ വിശ്വസ്തതയിൽ ചെയ്യാനായിട്ട് തയ്യാറാകുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മളൊരു മതത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ചട്ടക്കൂടിൽ നിൽക്കുമ്പോൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക വഴി നമ്മളും ദൈവാനുഗ്രഹമുള്ള വ്യക്തികളായിട്ട് മാറ്റപ്പെടും എന്ന വലിയ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ തിരുക്കുടുംബം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലാണ് ബാലനായ ഈശോയെ ദേവാലയത്തിൽ കണ്ടുമുട്ടുന്ന രംഗം നമ്മൾ മനസ്സിലാക്കുക. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹാ തിരുനാളിന് ജെറുസലേം ദേവാലയത്തിൽ പോയിരുന്ന പതിവുണ്ടായിരുന്നു. ഈശോയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ ഈശോയുടെ മാതാപിതാക്കന്മാരോടൊപ്പം ഈശോ ഇപ്രകാരം പെരുന്നാളിനായി പോകുന്നു. എന്നാൽ മടക്കയാത്രയിൽ ഈശോയെ അവർ കാണാതാകുന്നു. യോസേപ്പ് പിതാവും മാതാവും കൂടി ഈശോയെ അന്വേഷിച്ച് അവസാനം ചെന്നെത്തുന്നത് ദേവാലയത്തിലാണ്. അവൻ ഉപാധ്യന്മാരുടെ ഇടയിലിരുന്ന് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവർ പറയുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ചു വീക്ഷിക്കുകയുമാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 48-ാം വാക്യത്തിൽ മറിയം ഉണ്ണീശോയെ കണ്ടുമുട്ടുന്ന അവസരത്തിൽ ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എന്താണ് ഞങ്ങളോട് ചെയ്തത്? ഞാനും നിന്റെ പിതാവും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിച്ച് കാത്തിരിക്കുകയായിരുന്നു. ഈശോ മറുപടി നൽകുന്നത് വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈശോ മനുഷ്യനായി കന്യകയിൽ നിന്ന് ജനിച്ചു. ഇപ്രകാരം ഈശോ മനുഷ്യാവതാരം ചെയ്തത് ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ വിശ്വസ്തതയിൽ ചെയ്യാനായിട്ടാണ്. ഈശോയ്ക്ക് വളരെ കൃത്യമായ ഒരു ബോധ്യവും ഉറപ്പുമുണ്ടായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം എന്താണ് എന്നുള്ളത്. പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുക. ഈശോയുടെ പരസ്യ ജീവിതത്തിലും ഈശോ ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളുടെയും ഒക്കെ ലക്ഷ്യവും ഏറ്റവും അവസാനം പീഡ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്തതുമെല്ലാം ഇപ്രകാരം ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഈശോയിൽ പ്രിയമുള്ളവരെ, ഇപ്രകാരം ഈശോ ദേവാലയത്തിൽ എപ്രകാരം വ്യാപരിച്ചോ അത്രമാത്രം തീഷ്ണതയോടുകൂടി പ്രവർത്തിച്ച ഒരു വ്യക്തിയെ നമ്മൾ പഴയ നിയമത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. ഇന്നത്തെ 2-ാമത്തെ വായനയിൽ നമ്മൾ ശ്രമിച്ച സാമുവേലിൻ്റെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിലാണ്. ഈ 3-ാം അധ്യായത്തിൽ ബാലനായ സാമുവേലിൻ്റെ വിവരണമാണ് നമ്മൾ വായിച്ച് കേൾക്കുക. ദേവാലയത്തിൽ പുരോഹിതനായ ഏലിയോട് ചേർന്ന് ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഈ ബാലനായ സാമുവേലിനെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ഈ ബാലനായ സാമുവേലിന് ദൈവത്തിൻ്റെ വലിയ ദർശനമുണ്ടാകുന്നു. എന്നാൽ ആദ്യം അത് മനസ്സിലാക്കാനായിട്ട് സാമുവേലിന് സാധിക്കുന്നില്ലെങ്കിലും പുരോഹിതനായ ഏലി അതിന് സാമുവേലിനെ സഹായിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ സ്വരമാണ് എന്ന വലിയ തിരിച്ചറിവ് ഈ സാമുവേലിന് നൽകാനായിട്ട് ഈ പുരോഹിതനായ ഏലിക്ക് സാധിക്കുന്നുണ്ട്. ഇതാ കർത്താവെ ദാസൻ അരുളി ചെയ്താലും എന്ന മറുപടിയുമായി പറഞ്ഞ് പരിശീലിപ്പിക്കുന്ന പുരോഹിതനായ ഏലിയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഇപ്രകാരം ദേവാലയത്തിൽ കർത്താവിൻ്റെ സ്വരം തിരിച്ചറിയാനും അതിനനുസരിച്ച് തൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താനും ഈ പുരോഹിതനായ ഏലി വഴി സാമുവേൽ സാധിക്കുന്നുണ്ട്. സഭാപിതാക്കന്മാരായ വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ ജോൺ ക്രിസോസ്തോമും ഒക്കെ ക്രിസ്തുവിൻ്റെ 2-ാമത്തെ രൂപം എന്നുള്ളതാണ് ഈ സാമുവേലിനെ വിശേഷിപ്പിക്കുക. കാരണം ദേവാലയത്തോടും ദൈവിക കാര്യങ്ങളോടും കൂടുതൽ താതാത്മ്യപ്പെട്ടുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവിക സ്വരങ്ങൾ കേൾക്കാനായി നാം കാതോർക്കാറുണ്ടോ? ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞുകൊണ്ട്
ദൈവിക പദ്ധതിക്ക് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റപ്പെടുക. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. തുടർന്ന് അങ്ങോട്ടുള്ള ഈശോയുടെ ജീവിതത്തെ ലൂക്കാസ് സുവിശേഷകൻ വളരെ സംഗ്രഹമായി വിവരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. 30 വർഷത്തെ ഈശോയുടെ രഹസ്യ ജീവിതത്തെ ലൂക്കാസ് സുവിശേഷകൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നുവെന്ന ഒറ്റ വാക്യത്തിൽ സംഗ്രഹിക്കുമ്പോൾ ഈശോ എപ്രകാരമാണ് ദൈവത്തോടും മനുഷ്യരോടും വിധേയരായി ജീവിച്ചത് എന്ന വലിയ ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് നൽകുക. ഈശോയെ പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെയും ഇപ്രകാരം ദൈവോന്മുഖരായി വളർത്താനായിട്ട് നാം ശ്രദ്ധിക്കാറുണ്ടോ? പലപ്പോഴും ദൈവത്തോടും ദൈവികമായിട്ടുള്ള കാര്യങ്ങളോടും അകന്നു നിൽക്കുന്ന ഒരു തലമുറ വളർന്നു വരുമ്പോൾ ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും താല്പര്യമുള്ളവരായിട്ട് നമ്മുടെ മക്കളെ വളർത്തുമ്പോഴാണ് മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കടമയും ഉത്തരവാദിത്വവും അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റാനായിട്ട് നമുക്ക് സാധിക്കുക. നമ്മുടെ ദൈവം എപ്രകാരമാണ് പൂർണ്ണമായിട്ട് സമർപ്പിച്ചത്, അപ്രകാരം തന്നെ നമ്മുടെ ജീവിതവും സമർപ്പിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നമുക്ക് നൽകുക. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെയും ഇപ്രകാരം പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ അതെല്ലാം ദൈവത്തോട് ചേർന്ന് സ്വീകരിക്കാനായിട്ട് ദൈവത്തിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമായിട്ട് മാറുക. അപ്രകാരം വിശുദ്ധമായിട്ട് ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ മക്കളെ ദൈവോന്മുഖരായി വളർത്താനായിട്ട് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് വിശ്വാസത്തിൽ കൂടുതൽ അടിയുറച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം മക്കളായിട്ട് ജീവിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.